എല്ലാവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റിലുള്ള ഒരു പിക്ചർ സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പേജ് നമ്പർ 97 ആണ് കേട്ടോ. റീഡ് ദ ഫോളോയിങ് പിക്ചർ സ്റ്റോറി. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ സ്റ്റോറി വായിക്കാനാണ് പറയുന്നത്. എന്താണ് സ്റ്റോറിയുടെ പേര്? ഹെൽപ്പിംഗ് ഹാൻഡ് എന്നാണ് സ്റ്റോറിയുടെ പേര്. ഹെൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായിക്കുക അല്ലേ? ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈ. അപ്പം സഹായിക്കുന്ന കൈ, സഹായഹസ്തം എന്ന് പറയാം. അപ്പോൾ അതാണ് നമ്മളുടെ സ്റ്റോറിയുടെ പേര്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റോറിയിൽ ആരെയോ സഹായിക്കുന്നുണ്ട്, ആരുടെയോ ഒരു കൈകൾ വരുന്നുണ്ട് സഹായത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം അത് ആരാണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ അവിടെ പിക്ചറിൽ നമ്മൾ ആരൊക്കെയാണ് കാണുന്നത്? 3 റാബിറ്റ്സ് ഉണ്ട് അല്ലേ? റാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുയലുകൾ അല്ലേ? റാബിറ്റ് എന്ന് പറഞ്ഞാൽ മുയൽ. പിന്നെയോ ആ ഒരു ബുഷിൻ്റെ അവിടെ മറഞ്ഞിരിക്കുന്നുണ്ട് ഒരാൾ. ആരാണത്? ടൈഗർ അല്ലേ? കടുവ. അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് എ ലവ്ലി സൈറ്റ്. അപ്പോൾ ഇതാര് പറയുന്നതാണ്? ടൈഗർ പറയാണ്. ഇങ്ങനെ ഗർജിക്കില്ലേ? അങ്ങനെ ഗർജിക്കുന്നതാണ് കേട്ടോ. അത് റോർ ചെയ്യുന്നതാണ്. വാട്ട് എ ലവ്ലി സൈറ്റ്. എന്തൊരു ഭംഗിയുള്ള കാഴ്ചയാണ് എന്ന് പറയാണ്. ആ ഒരു റാബിറ്റ്സിനെ കണ്ടിട്ടാണ് കേട്ടോ. എന്തുകൊണ്ടാണ്? ടൈഗറിന് ഭക്ഷണമാക്കാം ഈ റാബിറ്റ്സിനൊക്കെ. അതുകൊണ്ടാണ് നല്ല ഹാപ്പി ആയിട്ട് ടൈഗർ ഇങ്ങനെ പറയാണ്, ആഹാ എന്ത് നല്ല കാഴ്ചയാണ്, ഇവന്മാരെയൊക്കെ എനിക്ക് ശാപ്പിടാം എന്നുള്ള രീതിയിൽ പറയാണ്. ഹോപ്പ് എ ലിറ്റിൽ, ജംപ് എ ലിറ്റിൽ, 1 2 3. അപ്പോൾ ഇവിടെ റാബിറ്റ്സ് എന്താ പറയുന്നത്? അവർ കളിക്കുകയാണ്, പാട്ടൊക്കെ പാടി അങ്ങനെ കളിക്കുകയാണ് അല്ലേ? ഹോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാടി നീങ്ങുന്നതിനെയാണ് ഹോപ്പ് എന്ന് പറയാം. ഹോപ്പ് എ ലിറ്റിൽ, കുറച്ചിങ്ങനെ ചാടി നീങ്ങാം. പിന്നെന്താണ്? ജംപ് എ ലിറ്റിൽ, ഇങ്ങനെ മുകളിലോട്ട് കുറച്ച് ചാടാം. 1 2 3 അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ പാട്ട് പാടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. റാബിറ്റ്സ് 3 പേരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം. വൺ ഡേ 3 റാബിറ്റ്സ് were playing together. വൺ ഡേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 3 റാബിറ്റ്സ് 3 റാബിറ്റ്സ് മുയലുകൾ were playing together. പ്ലേയിങ് എന്ന് പറഞ്ഞാൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ടുഗെദർ ഒരുമിച്ച്. അപ്പോൾ ഒരു ദിവസം 3 മുയലുകൾ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ വർ വെരി ഹാപ്പി. അവരെന്താണ്? വളരെ ഹാപ്പിയാണ്, സന്തോഷവാന്മാരാണ്. ഓക്കെ. ദേ സാങ് ആൻഡ് ഡാൻസ്ഡ്. അവർ പാട്ട് പാടുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്. ആ ടൈഗർ വാസ് വാച്ചിങ് ഓൾ ദിസ് ഫ്രം ബിഹൈൻഡ് എ ബുഷ്. അപ്പോൾ ഒരു ടൈഗർ, നമ്മൾ പിക്ചറിൽ കാണുന്ന പോലെ ഒരു ടൈഗർ ഉണ്ട്. എ ടൈഗർ അതെന്താ ചെയ്യുന്നത്? വാസ് വാച്ചിങ് ഓൾ ദിസ്, എല്ലാം ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈഗർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രം ബിഹൈൻഡ് എ ബുഷ്. ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പിറകിൽ, പിന്നിൽ. എന്തിൻ്റെ പിന്നിലാണ്? ബുഷ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടി. അപ്പോൾ ഒരു കുറ്റിച്ചെടീൻ്റെ പിറകിലായിട്ട് നിന്നുകൊണ്ട് ടൈഗർ ഈ റാബിറ്റ്സിനെയൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദ ടൈഗർ ബിക്കെയിം ഹാപ്പി. ടൈഗർ എന്താണ്? ഹാപ്പിയായി, സന്തോഷവാനായി. എന്തുകൊണ്ടാണ്? ഈ 3 റാബിറ്റ്സിനെയും കഴിക്കാമല്ലോ, ഇന്നത്തെ ആഹാരം ഇവരാണ് എന്നുള്ള ഒരു രീതിയിൽ ടൈഗർ ഹാപ്പിയായി ഇങ്ങനെ നിൽക്കുകയാണ്. ഇവരെ 3 ആളെയും ഷാപ്പിടാം എന്ന് വിചാരിച്ച്. ദ ടൈഗർ ജംപ്ഡ് ഔട്ട് ഫ്രം ദ ബുഷ്. അപ്പോൾ ആ ഒരു ബുഷ്, കുറ്റിച്ചെടീൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്തു? ടൈഗർ ജമ്പ് ചെയ്ത് ചാടി പുറത്തേക്ക് വന്നു. ദ റാബിറ്റ്സ് സോ ദ ടൈഗർ. അപ്പോൾ റാബിറ്റ്സ്, ഈ 3 മുയലുകളും ഈ ടൈഗറിനെ കണ്ടു. സോ എന്ന് പറഞ്ഞാൽ കണ്ടു. സോ ദ ടൈഗർ, ടൈഗറിനെ കണ്ടു. ദേ റാൻ ആസ് ഫാസ്റ്റ് ആസ് ദേ കുഡ്. അവരെന്ത് ചെയ്തു? റാൻ, ഓടി. ആസ് ഫാസ്റ്റ് ആസ് ദേ കുഡ്, അവർക്ക് കഴിയുന്നത്ര വേഗത്തിൽ അവർ ഓടി. ദ ടൈഗർ ചേസ്ഡ് ദ റാബിറ്റ്സ്. ടൈഗർ എന്ത് ചെയ്തു? ഈ റാബിറ്റ്സിനെ ചേസ് ചെയ്തു, അതായത് പുറകെ ഇങ്ങനെ അവരെ ഉന്നം വെച്ചുകൊണ്ട് അങ്ങനെ ഓടി. ദ റാബിറ്റ്സ് റാൻ ആൻഡ് റാൻ. റാബിറ്റ്സ് എന്ത് ചെയ്യാണ്? ഓടുകയാണ്, വീണ്ടും വീണ്ടും ഓടുകയാണ്, അവരെ കൊണ്ട് പറ്റുന്ന പോലെ ഓടുകയാണ്. പിക്ചറിൻ്റെ അടുത്ത് നോക്കി എന്താ പറയുന്നത്? റാബിറ്റ്സ് റൺ റൺ, ദ ടൈഗർ ഇസ് ജസ്റ്റ് ബിഹൈൻഡ് അസ്. ഓട്, ഈ ടൈഗർ ഇസ് ജസ്റ്റ് ബിഹൈൻഡ് അസ്. നമ്മളുടെ തൊട്ട് പുറകെ തന്നെ ഉണ്ട്, നമ്മളുടെ തൊട്ട് പിന്നാലെ തന്നെ ടൈഗർ ഉണ്ട് എന്ന് റാബിറ്റ്സ് പറയാണ്. അപ്പോൾ ഇവിടെ താഴത്തെ പിക്ചറിൻ്റെ അടുത്തായിട്ട് എന്താ ഉള്ളത്? ടൈഗർ എന്താ പറയുന്നത്? ഐ വിൽ ക്യാച്ച് യു നൗ. അപ്പോൾ ടൈഗർ ഇങ്ങനെ ഗർജിച്ചുകൊണ്ട് പറയാണ്, ഐ വിൽ ക്യാച്ച് യു നൗ. ഞാനിപ്പം നിങ്ങളെ ക്യാച്ച് ചെയ്യും, പിടിക്കും. ഫ്രണ്ട്സ് കം ജംപ് ഓൺ ടു മൈ ട്രങ്ക്. അപ്പോൾ ഇവിടെ എലഫൻ്റ് ഉണ്ട് അല്ലേ? എലഫൻ്റ് എന്താ പറയുന്നത്? ഫ്രണ്ട്സ്, കൂട്ടുകാരെ, കം ജംപ് ഓൺ ടു മൈ ട്രങ്ക്. ട്രങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയുടെ തുമ്പിക്കൈക്കാണ് ട്രങ്ക് എന്ന് പറയാം. അപ്പോൾ എൻ്റെ തുമ്പിക്കൈയിലേക്ക് ചാടിക്കയറൂ എന്ന് ആന ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റോറി നമുക്ക് നോക്കാം. ദ റാബിറ്റ്സ് റീച്ച്ഡ് ദ റിവർ സൈഡ്.
അപ്പോൾ റാബിറ്റ്സ് എവിടെ എത്തി? റീച്ച്ഡ് ദ റിവർ സൈഡ്. റിവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അരുവി. അരുവിയുടെ സൈഡിലേക്ക് എത്തി. റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക. അപ്പോൾ അവർ എന്താണ്? റിവറിൻ്റെ സൈഡിലായിട്ട് എത്തിച്ചേർന്നു. എ ബിഗ് എലിഫൻറ്റ് വാസ് ദെയർ. ഒരു വലിയ ആനയുണ്ട് അവിടെ. ദ എലിഫൻറ്റ് സ്ട്രെച്ച്ഡ് ഔട്ട് ഇറ്റ്സ് ട്രങ്ക്. അപ്പം ആന എന്ത് ചെയ്തു? സ്ട്രെച്ച്ഡ് ഔട്ട് ഇറ്റ്സ് ട്രങ്ക്. അതിൻ്റെ തുമ്പിക്കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തു, ഇങ്ങനെ നീട്ടി. ദ റാബിറ്റ്സ് ജംപ്ഡ് ഓൺ ടു ദ ട്രങ്ക്. റാബിറ്റ്സ് എന്ത് ചെയ്തു? ആനയുടെ തുമ്പിക്കൈയിലേക്ക് ചാടിക്കയറി. ട്രങ്ക് എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ കേട്ടോ. ദേ ക്ലൈംഡ് അപ്പ് ടു ദ എലിഫൻറ്റ്സ് ബാക്ക്. അവരെന്ത് ചെയ്തു? ആനയുടെ പുറത്തേക്ക് അങ്ങനെ കയറി. ക്ലൈംബ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലേക്ക് ഇങ്ങനെ കയറുക. ക്ലൈംബ് അപ്പ്, മുകളിലേക്ക് കയറി. ടു ദ എലിഫൻറ്റ്സ് ബാക്ക്, ആനയുടെ പുറത്തേക്ക് കയറി. എന്നിട്ടോ? ആൻഡ് ഗോട്ട് ഡൗൺ ഫ്രം ഇറ്റ്സ് ടെയിൽ. ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്. അതായത് ആനയുടെ വാലിലൂടെ താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ നമുക്ക് പിക്ചറിൽ നോക്കിയാൽ കാണാം, ഈ റിവറിന് ഒരു പാലം പോലെയാണ് ആന ഈ റാബിറ്റ്സിന് നിന്ന് കൊടുത്തിട്ടുള്ളത് അല്ലേ? അതിൻ്റെ ട്രങ്കിൽ, അതായത് ആനയുടെ തുമ്പിക്കൈയിലൂടെ കയറി റാബിറ്റ്സ് അതിൻ്റെ വാലിലൂടെ റിവറിൻ്റെ മറുവശത്തെത്തി. ഈ ടൈഗറിൻ്റെ അടുത്ത് നിന്ന് അവർ രക്ഷപ്പെട്ടു അല്ലേ? അപ്പോൾ ആന ഇവിടെ എന്താണ്? ഈ ഒരു റാബിറ്റ്സിനെ ഒരു പാലത്തിൻ്റെ രൂപത്തിൽ നിന്നുകൊണ്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? ബാക്കി സ്റ്റോറി നോക്കാം. പേജ് നമ്പർ 98 നോക്കാം. ഇവിടെ നമ്മൾ പിക്ചറിൽ എന്താ കാണുന്നത്? ആന ഈ ടൈഗറിനെ അതിൻ്റെ തുമ്പിക്കൈയിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഹാവ് എ നൈസ് ബാത്ത്. നല്ലൊരു കുളി അല്ലേ? നല്ലൊരു കുളി കുളിച്ചോ എന്നുള്ള രീതിയിൽ ആന പറയുകയാണ് ടൈഗറിനോട്. നോക്കാം നമുക്ക്. ദ എലിഫൻറ്റ് ഫിൽഡ് ഇറ്റ്സ് ട്രങ്ക് വിത്ത് വാട്ടർ. അപ്പോൾ എലിഫൻറ്റ് എന്ത് ചെയ്തു? ഫിൽഡ് ഇറ്റ്സ് ട്രങ്ക്, അതായത് ആനയുടെ തുമ്പിക്കൈ ഫില്ല് ചെയ്തു. വിത്ത് വാട്ടർ, വാട്ടർ വെച്ചിട്ട്, വെള്ളം വെച്ചിട്ട് ആനയുടെ തുമ്പിക്കൈ അങ്ങോട്ട് നിറച്ചു. ദെൻ ഇറ്റ് സ്പ്രേഡ് ദ വാട്ടർ ഓൺ ദ ടൈഗർ. എന്നിട്ട് എന്ത് ചെയ്തു? ആനയുടെ തുമ്പിക്കൈയിൽ നിറച്ച വെള്ളം സ്പ്രേ ചെയ്തു. വാട്ടർ സ്പ്രേ ചെയ്തു ഓൺ ദ ടൈഗർ. ടൈഗറിൻ്റെ മേലേക്ക് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്തു. ദ വാട്ടർ വെൻറ്റ് ഇൻ ടു ദ ടൈഗേഴ്സ് ഐസ്, മൗത്ത് ആൻഡ് ഇയേഴ്സ്. അപ്പം വെള്ളം എങ്ങോട്ട് പോയി? ദ വാട്ടർ വെൻറ്റ് ഇൻ ടു ടൈഗേഴ്സ് ഐസ്, ടൈഗറിൻ്റെ കണ്ണിലും, മൗത്ത് വായിലും, ഇയേഴ്സ് ചെവി. അപ്പോൾ എന്താണ്? ആന തുമ്പിക്കൈയിൽ വെള്ളം നിറച്ചിങ്ങനെ സ്പ്രേ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ടൈഗറിൻ്റെ കണ്ണിലും അതേപോലെ എന്താണ് വായിലും ചെവിയിലും ഒക്കെ വെള്ളം കയറി. അപ്പോൾ നമുക്ക് ഇവിടെ താഴെ പിക്ചർ നോക്കാം. ഹേയ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. അപ്പോൾ ടൈഗർ പറയാണ്, ഹേയ് നിർത്ത് സ്റ്റോപ്പ് എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ റാബിറ്റ്സ് എന്താ പറയുന്നത്? താങ്ക് യു ഡിയർ എലിഫൻറ്റ്. അപ്പം എലിഫൻറ്റിനോട്, ആനയോട് താങ്ക്സ് പറയണം, നന്ദി പറയാണ്. യു സേവ്ഡ് അവർ ലൈവ്സ്. നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു എന്ന് റാബിറ്റ്സ് ആനയോട് പറഞ്ഞുകൊണ്ട് നന്ദി പറയുകയാണ്. ദ എലിഫൻറ്റ് സ്പ്രേഡ് ദ വാട്ടർ അഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പോൾ എലിഫൻറ്റ് എന്താ ചെയ്യുന്നത്? സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളം. അഗെയിൻ ആൻഡ് അഗെയിൻ, വീണ്ടും വെള്ളം ഇങ്ങനെ ടൈഗറിൻ്റെ ശരീരത്തിലേക്ക് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ ടൈഗർ ഫെൽ ഡൗൺ. ടൈഗർ നിലത്ത് വീണു. ദ റാബിറ്റ്സ് ക്ലാപ്ഡ് ദെയർ ഹാൻഡ്സ് ആൻഡ് ലാഫ്ഡ്. എന്താ ചെയ്യുന്നത്? റാബിറ്റ്സ് ക്ലാപ്ഡ് ദെയർ ഹാൻഡ്സ്, അവരുടെ കൈകൾ ഇങ്ങനെ അടിക്കുകയാണ്. കൈ അടിച്ചുകൊണ്ട് ചിരിക്കുകയാണ്. ലാഫ്ഡ് എന്ന് പറഞ്ഞാൽ ചിരിച്ചു. അപ്പോൾ അവരിങ്ങനെ സന്തോഷം കൊണ്ട് അവർ കൈ അടിച്ചുകൊണ്ട് ചിരിക്കുകയാണ്. ദേ താങ്ക്ഡ് ദ എലിഫൻറ്റ്. അപ്പോൾ അവർ എന്താണ്? എലിഫൻറ്റിനോട്, ആനയോട് നന്ദി പറയാണ്. എന്തുകൊണ്ടാണ്? എലിഫൻ്റാണ് ഈ ഒരു ടൈഗറിൽ നിന്ന് ഈ റാബിറ്റ്സിൻ്റെ ജീവൻ രക്ഷിച്ചത്. അപ്പോൾ താങ്ക്സ് പറയണ്ടേ? വേണം. അപ്പോൾ ഇവർ ആനയോട് താങ്ക്സ് പറയാണ്. അപ്പോൾ ഇവിടെ ഹെൽപ്പിംഗ് ഹാൻഡ് ആരുടേതാണ്? ആനയുടേതാണ് അല്ലേ? എലിഫൻ്റാണ് ഈ റാബിറ്റ്സിനെ ടൈഗറിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ ഹെൽപ്പിംഗ് ഹാൻഡ് ആരുടെ ഹാൻഡാണ്? ആനയുടെ ഹാൻഡാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. See you with another video. Thanks for watching.